ഹായ് ഡിയേഴ്സ്, ഏവർക്കും ടൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സെഷനുമായിട്ടാണ് ടൂസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. HSST കൊമേഴ്സ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ എക്സാം അപ്ലൈ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 എക്സാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, എന്നാൽ നിലവിൽ സിലബസ് അവൈലബിൾ അല്ല. അതായത് കൺഫർമേഷനോടൊപ്പം മാത്രമാണ് സിലബസ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ കഴിഞ്ഞ ടീച്ചിങ് എക്സാംസിൻ്റെ സിലബസുകളുടെ അടിസ്ഥാനത്തിൽ ആൻറ്റിസിപ്പേറ്റഡ് സിലബസ് വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള ചില പോർഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മിഡ് ടേം എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ടൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. മിഡ് ടേം എക്സാമിന് മൊഡ്യൂൾ 5 അഡ്വാൻസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഏതൊരു മൊഡ്യൂൾ ആണെങ്കിലും അതിൽ പല ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്സുകളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഹോട്ട് ടോപ്പിക്സ്. ഏകദേശം 9 ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന ഒരു സെഷനാണിത്. മെറ്റീരിയൽ, ലേബർ, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസ് അനാലിസിസ്, വേരിയബിൾ കോസ്റ്റ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, PV റേഷ്യോ കമ്പ്യൂട്ടേഷൻ, ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രൈസിങ്, ABC അതായത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ജസ്റ്റ് ഇൻ ടൈം. ഇത്രയും പോർഷൻസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ടൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യാവസാനം വരെ കാണുക. ഈ ഹോട്ട് ടോപ്പിക്സിനകത്ത് വരുന്ന പല സബ് ടോപ്പിക്സുകൾ നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ മൊഡ്യൂളിൻ്റെ ബേസിക് ടു അഡ്വാൻസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ തന്നെ അതിൽ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് മുതൽ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ അതിനായിട്ട് ചിലവാകുന്ന ഒരു എക്സ്പെൻസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റിനെ മെഷർ ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കോസ്റ്റിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടൈം, നേച്ചർ, ഓൾ എലമെന്റ്സ്, ഡിഗ്രി ഓഫ് ട്രേസബിലിറ്റി ടു പ്രൊഡക്റ്റ്, association with the product, change in activity or volume, functions, relationship with the accounting period, controllability, cost for analytical and decision making purpose. ഇതിൽ എടുത്തു പറയേണ്ട ചില കോസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് സഹായകമല്ലാത്ത ഒരു കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞൊരു എക്സ്പെൻസ് ആണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. That means have already been incurred and were unavoidable are called sunk cost, and they don't have any effect on current decisions. ഇനി ശ്രദ്ധേയമായിട്ടുള്ള മറ്റ് കോസ്റ്റുകളാണ് വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വേരിയബിൾ കോസ്റ്റ്. അതായത് പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനും ഡിക്രീസ് ചെയ്യുന്നതിനും അനുസരിച്ച് കോസ്റ്റിലുണ്ടാകുന്ന വ്യതിയാനമാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിന് ഉദാഹരണമാണ് റോ മെറ്റീരിയൽസ്, ലേബേഴ്സ്. ഇതെല്ലാം തന്നെ വേരിയബിൾ കോസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് ഫിക്സഡ് കോസ്റ്റ്? പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്തോട്ടെ ഡിക്രീസ് ചെയ്തോട്ടെ, പക്ഷേ അത് കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഫാക്ടറി ലീസ്, എക്യുപ്മെൻറ്റ് കോസ്റ്റും ഒക്കെ. അതായത് ഇപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിനകത്ത് വെച്ച് നടക്കുന്ന പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ആ ഒരു റെൻ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്, അത് വേരി ചെയ്യുന്നില്ല. ഇനി അടുത്ത ഒന്നാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദ ബെനിഫിറ്റ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഡിറൈവ്ഡ് ഫ്രം അനദർ ഓൾട്ടർനേറ്റീവ്. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള 3 ടേമുകളാണ് കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റിംഗ് ടെക്നിക്കുകൾ. അപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ production, service, location, function, activity or item of equipments
whose cost may be attributed to the cost unit is called cost centers. ഇനി എന്താണ് കോസ്റ്റ് യൂണിറ്റ്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സർവീസിന് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. അതിലൊന്നാണ് ഹിസ്റ്റോറിക്കൽ കൺവെൻഷണൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് കോസ്റ്റിംഗ് ടെക്നിക്കുകൾ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് അസർട്ടൈൻ കോസ്റ്റ് ഫോർ കൺട്രോൾ ദ കോസ്റ്റ്. അതായത് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിനുണ്ടാകുന്ന കോസ്റ്റിനെ മുൻകൂട്ടി അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. എലമെന്റ്സ് ഓഫ് കോസ്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആണ്. അതായത് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് ഇവിടെ മെറ്റീരിയൽസ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. മെറ്റീരിയൽസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കോർ ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആൻഷിലറി മെറ്റീരിയൽസ് ആണ്. അതായത് സഹായകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫർണിച്ചർ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വുഡ്, ടിമ്പറും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവിടെ വരുന്ന ഫിറ്റിങ്സ്, അതേപോലെ തന്നെ ഫർണിച്ചറിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂ, എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇനി മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യങ്ങളാണ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒന്നാണ് റീഓർഡർ ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ എന്താണ് റീഓർഡറിംഗ് ലെവൽ? നിലവിലുള്ള സ്റ്റോക്ക്, അതായത് ഇൻവെന്ററി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ തീർന്നു പോയി, പുതുതായിട്ട് ഫ്രഷ് ഡെലിവറിക്കുള്ള ഓർഡർ കൊടുക്കണം സപ്ലൈസിനായിട്ട്. ആ ഒരു കാലയളവാണ് റീഓർഡറിംഗ് ലെവൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ റീഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത് മിനിമം ലെവലിനോടൊപ്പം കൺസംഷൻ ഡ്യൂറിംഗ് ദ ടൈം റിക്വയർഡ് ടു ഗെറ്റ് ഫ്രഷ് ഡെലിവറി, അതായത് ഫ്രഷ് ഡെലിവറി വരെയുള്ള മെറ്റീരിയൽ കൺസംഷൻ ആഡ് ചെയ്യുമ്പോഴാണ് റീഓർഡറിംഗ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി എന്താണ് മിനിമം സ്റ്റോക്ക് ലെവൽ? മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള സ്റ്റോക്ക് ലെവലിനേക്കാളും, അതായത് ആക്ച്വൽ സ്റ്റോക്ക് ലെവലിനേക്കാളും വളരെ താഴ്ന്ന രീതിയിലാണ് അല്ലെങ്കിൽ താഴ്ന്ന നിലയിലാണ് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ അതിനെയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 500 ടൺ വേണം, പക്ഷേ ആക്ച്വലി ഇപ്പോൾ നിലവിൽ 300 ടണ്ണേ ഉള്ളൂ. അതാണെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റീഓർഡറിംഗ് ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ്. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് റീഓർഡറിംഗ് ലെവൽ പ്ലസ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ മിനിമം കൺസംഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ കൺസംഷനേക്കാളും താഴ്ന്ന പീരീഡാണ് മിനിമം കൺസംഷൻ എന്ന് പറയുന്നത്. അതായത് മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള റോ മെറ്റീരിയൽസ് തീർന്നു, ഇത്ര മിനിമം ഡേയ്സിനുള്ളിൽ പുതിയ ഓർഡർ എടുക്കണം, ആ ഒരു കാലയളവാണ് മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ഒന്നാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഡേഞ്ചർ ലെവൽ എന്ന് പറയുമ്പോൾ മിനിമം ലെവലിനേക്കാളും ബിലോ ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസസ് ആണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഇനി അതുപോലുള്ള ഒന്നാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് മിനിമം സ്റ്റോക്ക് ലെവൽ ഇൻറ്റു ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഒപ്റ്റിമൽ ഓർഡറിംഗ് ക്വാണ്ടിറ്റി ദാറ്റ് മീൻസ് ഡിമാൻഡ് വൈൽ മിനിമൈസിംഗ് ദ ടോട്ടൽ കോസ്റ്റ് റിലേറ്റഡ് ടു ഓർഡറിംഗ്, റിസീവിംഗ് ആൻഡ് ഹോൾഡിംഗ് ഇൻവെന്ററി. അതായത് ഒരു ഒപ്റ്റിമം ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മിനിമം കോസ്റ്റിൽ ഒപ്റ്റിമം ഇൻവെന്ററി അല്ലെങ്കിൽ ഒപ്റ്റിമം സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. is a size that order which gave maximum economy in purchasing any material and ultimately contribute towards
maintaining material at the optimal level and at minimum cost. ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് EOQ ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2AO ഡിവൈഡഡ് ബൈ C. എ എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ കൺസംഷൻ ആണ്. ഒന്നുകിൽ ക്വസ്റ്റിനകത്ത് ഡിമാൻഡ് എന്ന് കാണാം, അല്ലെങ്കിൽ കൺസംഷൻ എന്ന് കാണാം. അത് എ എന്നുള്ള ലെറ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഓർഡറിംഗ് കോസ്റ്റ് പെർ ഇതിനെ സൂചിപ്പിക്കുന്നതാണ് O എന്ന് പറയുന്ന ലെറ്റർ എന്ന് പറയുന്നത്. അതായത് ഓരോ ഓർഡറിനും അനുസരിച്ച് ഉണ്ടാകുന്ന ഓർഡറിംഗ് കോസ്റ്റ് ആണ് O എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്. ആൻഡ് C എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ആണ്. മെറ്റീരിയലുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക് എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് ABC അനാലിസിസ് അഥവാ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടെക്നിക്കാണ് ABC മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇൻവെന്ററിയെ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. A, B ആൻഡ് C. ഇവയെ തരംതിരിച്ചിരിക്കുന്നത് ഡിസെൻഡിങ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്. ബി എന്ന് പറയുന്ന ലിസ്റ്റിൽ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് എയേക്കാളും കുറഞ്ഞ വാല്യൂ ഉള്ളവയാണ് ബി എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഉള്ള ഇൻവെന്ററീസ് ആണ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് വെഡ് അനാലിസിസ് എന്ന് പറയുന്നത്. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അനാലിസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇറ്റ്സ് യൂസ്ഡ് പ്രൈമർലി ഫോർ കൺട്രോൾ സ്പെയർ പാർട്സ് ആൻഡ് ദ സ്പെയർ പാർട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്: വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അതിൽ വൈറ്റൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട മെറ്റീരിയൽസ് ആണ് വൈറ്റൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. വിത്തൗട്ട് വൈറ്റൽ മെറ്റീരിയൽസ് വിച്ച് ദ പ്രൊഡക്ഷൻ പ്രോസസ് വുഡ് കം ടു സ്റ്റാൻഡ് സ്റ്റില്ല്. എസെൻഷ്യൽ എന്ന് പറയുന്നത് എസെൻഷ്യലിൻ്റെ പ്രയോറിറ്റി വൈറ്റലിനേക്കാളും കുറവാണെങ്കിൽ പോലും എസെൻഷ്യലിൻ്റെ നോൺ അവൈലബിലിറ്റി ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അഡ്വേഴ്സ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഡിസൈറബിൾ എലമെൻറ്റ്സ് അഥവാ ഡിസൈറബിൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വിത്തൗട്ട് വിച്ച് ദ പ്രോസസ് അൺഎഫക്റ്റഡ് ബട്ട് ഇറ്റ്സ് ഗുഡ് ദേ ആർ അവൈലബിൾ ഫോർ ബെറ്റർ എഫിഷ്യൻസി. അതായത് ഇപ്പോൾ ഡിസൈറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അത് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് എന്നാൽ പോലും ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഡിസൈറബിൾ ആയിട്ടുള്ള ഗുഡ്സ് മെറ്റീരിയൽസ് ഉണ്ടാകണമെന്നേ ഉള്ളൂ. അടുത്തതാണ് ജസ്റ്റ് ഇൻ ടൈം അഥവാ JIT എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈമിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൻ ഇൻവെന്ററി മാനേജ്മെന്റ് മെത്തേഡ് ഇൻ വിച്ച് ഗുഡ്സ് ആർ റിസീവ്ഡ് ഫ്രം ദ സപ്ലൈസ് ഓൺലി ആസ് ദേ ആർ നീഡഡ്. അതായത് ആവശ്യമാകുന്ന സാഹചര്യങ്ങളിൽ മാത്രം ഈ പറയുന്ന രീതിയിൽ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിനെയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈമിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ just in time inventory system focus on the right material at the right time at the right place and exact amount. അതായത് ഇൻവെന്ററി വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെന്ററി റെക്കോർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബിൻ കാർഡ്, സ്റ്റോഴ്സ് ലെഡ്ജർ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് തുടങ്ങിയിട്ടുള്ളവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ബിൻ കാർഡ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അതിൻ്റെ റെസീപ്റ്റ് സമയത്തും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ബുക്സിനെയാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റോർ കീപ്പർ ആണ്. അപ്പോൾ ബിൻ കാർഡിനെ ബിൻ ടാഗ് എന്നും സ്റ്റോക്ക് കാർഡ് എന്നും ഒക്കെ അറിയപ്പെടാറുണ്ട്. ഇനി സ്റ്റോഴ്സ് ലെഡ്ജർ ഉണ്ട്. അപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് ബിൻ കാർഡിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ദാറ്റ് എക്സെപ്റ്റ് റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ് ആർ ഷോൺ അലോങ് വിത്ത് ദ മണി വാല്യൂസ്. അതായത് റെസിപ്റ്റിനോടും ഇഷ്യൂവിനോടും, അതായത് മെറ്റീരിയൽ സ്വീകരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ബാലൻസും അവയുടെ മണി വാല്യൂസും ഉൾപ്പെടുത്തിയിട്ടാണ് സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഫോർ പ്രൈസിംഗ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് അറ്റ് മണി വാല്യൂ അറ്റ് എനി ടൈം ഈച്ച് ഐറ്റം ഓഫ് സ്റ്റോഴ്സ്. ഇനി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നമുക്ക് വളരെ അറിയാവുന്നൊരു കാര്യങ്ങളാണ് FIFO ആൻഡ് LIFO എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്.
അതായത് ആദ്യമേ റിസീവ് ചെയ്യുന്ന മെറ്റീരിയൽ ആദ്യമേ തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. The unit in the opening stock of material are treated if they are issued first. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു, അതിനുശേഷം വരുന്ന ക്രമത്തിലനുസരിച്ച് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് എപ്പോഴാണ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിംഗ് പ്രൈസ്, അതായത് പ്രൈസ് ഫോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് ദ ഇഷ്യൂ ആർ പ്രൈസ്ഡ് റിവേഴ്സ് ഓർഡർ ഓഫ് പർച്ചേസ്. അതായത് അവസാനം വരുന്നവയെ ആദ്യമേ ഇഷ്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദ പ്രൈസസ് ഓഫ് ദ ലേറ്റസ്റ്റ് അവൈലബിൾ കൺസൈൻമെന്റ് ഈസ് ടേക്കൺ ആൻഡ് ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ദ ടൈം ഓഫ് റൈസിംഗ് പ്രൈസ് ബിക്കോസ് മെറ്റീരിയൽ വിൽ ബി ഇഷ്യൂഡ് ഫോർ ദ ലേറ്റസ്റ്റ് കൺസൈൻമെന്റ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ കറന്റ് പ്രൈസ് ലെവൽ. അതായത് വില കൂടുന്ന സമയത്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, ഉടനെ തന്നെ അതിൻ്റെ വില കൂടി. അപ്പോൾ ആ കൂടിയ വിലയിൽ തന്നെ ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ചില പോർഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ആനുവൽ കൺസംഷൻ, ഓർഡറിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് 24,000 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് 10 ആണ്. ഇനി ക്യാരിയിങ് കോസ്റ്റ് തന്നിരിക്കുന്നത് 5% ആണ്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 5 എന്ന് തന്നെ എടുക്കുക. അതായത് 100 യൂണിറ്റിന്റെ 5%. അപ്പോൾ 5. ദെൻ ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2AO ഡിവൈഡഡ് ബൈ CO ആണ്. 2 ഇൻറ്റു A എന്ന് പറയുന്നത് 24,000 ഇൻറ്റു O എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 2 ഇൻറ്റു 24,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2AO ഡിവൈഡഡ് ബൈ C എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 24,000 ഇൻറ്റു 10, അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഏകദേശം ആൻസർ വരുന്നത് 310 ആണ് വന്നിട്ടുള്ളത്. ഇനി പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവ മൂന്നും ആഡ് ചെയ്യുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ലേബർ ആണ്. അപ്പോൾ സെക്കൻഡ് മേജർ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ആണ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതായത് ഇവിടെ പ്രധാനമായിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ എലമെന്റ് ആണ്, അല്ലെ? അപ്പോൾ ലേബർ അത് മാത്രമല്ല, അതൊരു പെരിഷബിൾ കമ്മോഡിറ്റി ആണ്. പെരിഷബിൾ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ എന്താണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ലേബറിനെയും രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ എന്ന്. ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇടപഴകുന്ന ലേബേഴ്സ് ആണ് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപഴകുന്നവരാണ് ഈ പറയുന്ന ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ വേജസ്, അതായത് കൂലി ദിവസം മേടിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ പ്രക്രിയയിൽ ഇടപഴകുന്നവരാണ് ഡയറക്റ്റ് ലേബേഴ്സ്. സാലറി മേടിക്കുന്ന ലേബേഴ്സ് ആണ് ഇൻഡയറക്റ്റ് ലേബേഴ്സ്. അവർ പ്രധാനമായിട്ടും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലേബറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വേജ് സിസ്റ്റം ആണുള്ളത്, ടൈം വേജ് ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. ഇതിൽ ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹവേഴ്സ് വർക്ക്ഡ് ഇൻ ടു റേറ്റ് പെർ ഹവർ. അതായത് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ആ അവറിനനുസരിച്ച് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് ടൈം വേജ് സിസ്റ്റത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സ്ട്രേറ്റ് പീസ് വർക്ക് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു റേറ്റ് പെർ അവർ. അതായത് ഇത്ര മണിക്കൂറിൽ എത്രത്തോളം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി പ്രധാനമായിട്ടും ഉള്ള ഇൻഡിവിജ്വൽ ബോണസ് പ്ലാനുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. പീസ് റേറ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് ഇനി പഠിക്കാം.
അപ്പോൾ ഇൻഡിവിജ്വൽ ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹാൾസി പ്രീമിയം പ്ലാൻ ഉണ്ട്, ഹാൾസി വെയർ പ്ലാൻ ഉണ്ട്, റോവൻ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ബാത്ത് വേരിയബിൾ ഷെയറിംഗ് പ്ലാൻ ഉണ്ട്. അതിൽ ഹാൾസി പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് ടോട്ടൽ ഏർണിംഗ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവേഴ്സ് ഇൻറ്റു റേറ്റ് പ്ലസ് 50% ഇൻറ്റു എസ് മൈനസ് എച്ച് ഇൻറ്റു ആർ എന്നാണ്. ഇവിടെ എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ആണ്, എച്ച് എന്ന് പറയുന്നത് അവേഴ്സ് വർക്ക്ഡ് ആണ്, ആർ എന്ന് പറയുന്നത് റേറ്റ് പെർ അവർ ആണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ എത്ര മണിക്കൂറിനുള്ളിൽ അവർ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോണസ് ലഭിക്കുന്നതാണ് ഹാൾസി പ്രീമിയം പ്ലാനകത്ത് പറയുന്നത്. അപ്പൊ സേവ് ചെയ്യുന്ന ടൈം, അതായത് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ ടൈമിൽ അവർ ജോലി കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ആ ടൈമിന്റെ 50% ആണ് അവർക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. ഇനി ഹാൾസി വെയർ പ്ലാനകത്ത് പറയുന്നത് അവർ റേറ്റ് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് അവറിൽ നിന്നും ആക്ച്വൽ അവർ മൈനസ് ചെയ്ത് റേറ്റ് പെർ അവറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എടുക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 33.3 ആണ്. ഇനി റോവൻ പ്ലാൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹവേഴ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു പ്ലസ് സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻറ്റു അവർ ഇൻറ്റു റേറ്റ് എന്നുള്ളൊരു ഫോമുല ഉപയോഗിച്ചുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ബാത്ത് വേരിയബിൾ ഷെയറിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ആർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു ആക്ച്വൽ അവർ എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീസ് റേറ്റ് സിസ്റ്റം ആണ്. പീസ് റേറ്റ് സിസ്റ്റത്തെ നമ്മൾ പേയ്മെന്റ് ബൈ റിസൾട്ട് എന്നും പറയാറുണ്ട്. അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏർണിങ്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. Under this system, wages payment fixed rate is paid for each unit produced. അതായത് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇത്ര രൂപ വേജസ് ആയിട്ട് ലഭിക്കും എന്നൊരു ഫിക്സഡ് റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വേജസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് ജോബ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാകാം അല്ലെങ്കിൽ ആ ഒരു ജോബിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു വേജ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. Thus, the payment is made according to the quantity of work done. No consideration is given time taken by the workers to perform the work. ഇവിടെ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്, അതായത് ഇത്ര മണിക്കൂർ വർക്കിംഗ് ടൈം ഉണ്ട് അതിനുള്ളിൽ കംപ്ലീറ്റ് ആവുക എന്നുള്ളതല്ല ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. ടൈം എടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി ആണ്, അതായത് എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് തീരുമാനിക്കപ്പെടുന്നത്, വേജസ് തീരുമാനിക്കപ്പെടുന്നത്. ടൈം വേജ് സിസ്റ്റത്തിലാണെങ്കിൽ എത്രത്തോളം വർക്കിംഗ് അവേഴ്സ് സേവ് ചെയ്യാൻ സഹായിച്ചു അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വേജസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ പീസ് റേറ്റ് സിസ്റ്റത്തിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ളവയാണ് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ഫിക്സഡ് റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇത്ര റേറ്റ് കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് 20 റുപ്പീസ് എന്നുള്ള രീതിയിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് ആ ഒരു റേറ്റും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ആണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ വർക്കേഴ്സ് ഏർണിംഗ് ഫ്രം പീസ് വർക്ക് less than the guaranteed minimum wages will get fixed amount of guaranteed time rate. A guaranteed rate will be paid per hour rate or day rate or week rate. അതായത് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര പീസ് വർക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം എമൗണ്ട് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് തരാം എന്നുള്ളത് പറയുകയാണ്. അപ്പൊ ഈ ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ മണിക്കൂറിനാകാം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കാകാം അല്ലെങ്കിൽ ഒരു വീക്കിലേക്കായിരിക്കാം അവർക്ക് കൊടുക്കുന്നത്. ടെയ്ലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് അടുത്തതായിട്ടുള്ളത്. ടെയ്ലർ ആണ് ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആണ് ടെയ്ലർ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് മീൻസ് he is encouraged to the workers to complete the work within the less than standard time. Taylor advocate two pays rate so that if the workers perform the work within the less than standard time, he has paid a higher piece rate, and if he does not complete the work within the standard time, he is given lower piece rate. അതായത് വർക്കേഴ്സിനെ, അതായത് എംപ്ലോയീസിനെ കുറെ കൂടി എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വർക്കിലേക്ക് കുറെ കൂടി താല്പര്യം ഉളവാക്കുന്ന രീതിയിൽ ഉള്ളൊരു വേജ് റേറ്റ് സിസ്റ്റം ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 2 പീസ്
റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം രണ്ടായിട്ടാണ് വേജസ് തീരുമാനിക്കപ്പെടുന്നത്. അതായത് ഒരു ആക്ച്വൽ അവർ കൊടുക്കുകയും ആ അവറിനുള്ളിൽ ഇത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഹയർ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും എന്നാൽ ആ ഒരു ടൈമിനുള്ളിൽ ഒരുപാട് ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അതിനേക്കാളും ലോവർ റേറ്റിൽ കൊടുക്കുന്നതുമാണ് ടെയ്ലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മെറിറ്റ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ആണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വർക്കേഴ്സിന്റെ ഡിഫറെന്റ് ലെവൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഗ്യാന്റ് ടാസ്ക് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടൈം റേറ്റ്, ബോണസ് ആൻഡ് പീസ് റേറ്റ് പ്ലാൻ. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗിവൺ ദാറ്റ് ജോബ് സ്റ്റാൻഡേർഡ് ടൈം 8 hours ആണ് തന്നിട്ടുള്ളത്. ആക്ച്വൽ ടൈം എടുത്തിട്ടുള്ളത് 6 hours, റേറ്റ് പെർ അവർ 2 ആണ്. അപ്പോൾ ഇവിടെ ഹോൾസി പ്രീമിയം പ്ലാൻ അനുസരിച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഹോൾസി പ്രീമിയം പ്ലാൻ എന്ന് പറയുമ്പോൾ 50% ആണ് ഇവിടെ എടുക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്നും ആക്ച്വൽ അവേഴ്സ് മൈനസ് ചെയ്ത് റേറ്റ് പെർ അവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ 50% ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ 6 into 2 into 50% ഓഫ് 8 minus 6 into 2. അപ്പോൾ ആൻസർ വരുന്നത് ഇവിടെ 14 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേബർ ടേൺ ഓവറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് ലേബർ ഫോഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇത്രത്തോളം ലേബേഴ്സ് ഉണ്ട്, ആ ലേബേഴ്സിൻ്റെ ആ ഒരു ടോട്ടൽ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേഷൻ മെത്തേഡും റീപ്ലേസ്മെന്റ് മെത്തേഡ് ആൻഡ് ഫ്ലെക്സ് മെത്തേഡും ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ പുതിയൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആണ് ഒരു ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ എടുത്തു പറയേണ്ട ഒരു ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എനി വോളിയം of output by which aggregate costs are changed, the volume of output increased or decreased 1 unit. അതായത് ഔട്ട്പുട്ടിൻ്റെ വോളിയം എത്ര യൂണിറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. അതായത് അഡീഷണൽ കോസ്റ്റ് ആണ്. ഓരോ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റിംഗ് എന്നും ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്നും ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റിംഗ് എന്നും ഈ ഒരു കോസ്റ്റിനെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഇനി മാർജിനൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഗ്രോസ് മാർജിൻ അഥവാ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റിനെ പോലെ തന്നെ കണക്കാക്കുന്ന ഒന്നാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രോഫിറ്റ് അല്ല. അപ്പോൾ മാർജിനൽ കോസ്റ്റിൽ നിന്നും സെയിൽസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നത്. ഇനി മാർജിനൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഇക്വേഷൻസ് ഉണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷനോടൊപ്പം ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ലഭിക്കും. ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേരുമ്പോഴാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേരുമ്പോഴാണ് സെയിൽസും ഉണ്ടാകുന്നത്. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല എങ്കിൽ പോലും മാർജിനൽ കോസ്റ്റും സെയിൽസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷനോടൊപ്പം ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ലഭിക്കും. കോൺട്രിബ്യൂഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതിയിൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ആഡ് ചെയ്യുമ്പോഴും കോൺട്രിബ്യൂഷൻ ലഭിക്കും. സോ അടുത്തതായിട്ട് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് മെഷർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് വോളിയം. ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മെട്രിക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ടൂൾ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷനോടൊപ്പം സെയിൽസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോൺട്രിബ്യൂഷനോടൊപ്പം സെയിൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ലഭിക്കും. ഇനി സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷനും പി വി റേഷ്യോ അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോയും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെയിൽസിനോടൊപ്പം പ്രോഫിറ്റ് വോളിയം റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇനി അടുത്തൊരു ടോപ്പിക് ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതുപോലെ തന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ സെയിൽ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല. ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തിനു മാത്രമാണ്? ആ ഒരു കോസ്റ്റിനെ കവർ ചെയ്യുന്നതിന് മാത്രമായിട്ടാണ് അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ജസ്റ്റ് സഫിഷ്യന്റ് ടു മീറ്റ് ദ ഫിക്സഡ് കോസ്റ്റ്, ലിവിംഗ് നത്തിങ് ആസ് എ പ്രോഫിറ്റ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് പ്രോഫിറ്റ് ഇല്ല, ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തിനെ മാത്രം കവർ ചെയ്യുന്നു? ഫിക്സഡ് കോസ്റ്റിനെ മാത്രം കവർ ചെയ്യുന്നു. അവിടെ പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല. ദ ഫേം ceases to incur losses at this point or start to earn profit from this point. ഒന്നുകിൽ ആ ഒരു ഫേം ഷട്ട് ഡൗൺ, അതായത് ലോസിലേക്ക് പോകാം, അല്ലെങ്കിൽ ആ ഒരു ഫേം വീണ്ടും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രധാനമായിട്ടും ആൽജിബ്രിക് മെത്തേഡിലൂടെയും ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയുമാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ വാല്യൂ. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആൽജിബ്രിക് മെത്തേഡിനോടൊപ്പം തന്നെ വരുന്ന ഒന്നാണ് ഇക്വേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസിനോടൊപ്പം ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മറ്റു രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടും വേരിയബിൾ കോസ്റ്റ് ആയിട്ടും രണ്ടായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നെറ്റ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെ ലെറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇനി എസ് പി എന്ന് പറയുന്നത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ്. എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് ടു സോൾവ് ദ ബ്രേക്ക് ഈവൻ. എഫ് സി എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, വി സി എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്, പി എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റുമാണ്. അപ്പോൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോർമുലാസ് ആണ് ഈ തന്നിട്ടുള്ളത്. സോ അടുത്തൊരു പോയിന്റ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിലും അതേപോലെ തന്നെ ആക്ച്വൽ സെയിലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഈവൻ സെയിലിനേക്കാൾ അധികമായിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയത്തിനേക്കാൾ അധികമായിട്ട് സെയിൽസ് ഉണ്ടാകുമ്പോഴാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടാകുന്നത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ സെയിൽ മൈനസ് ബ്രേക്ക് ഈവൻ സെയിലാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അതായത് ഓരോ യൂണിറ്റ് പ്രൊഡക്ഷനും മുൻകൂട്ടി കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എക്സ്പെൻസ്. അതായത് ഉണ്ടാവാൻ പോകുന്ന, അതായത് എക്സ്പെക്ട് ചെയ്യുന്ന മെറ്റീരിയൽ കോസ്റ്റ്, എക്സ്പെക്റ്റഡ് ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഓവർഹെഡ് കോസ്റ്റ്, ഇതെല്ലാം തന്നെ പ്രീ ഡിറ്റർമൈൻ, അതായത് മുൻകൂട്ടി തന്നെ ഒരു കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിനകത്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് is a cost accounting method that assign predetermined or standard cost of each production unit, and this cost is based on the anticipated price for material, labor, overheads. And companies use this method to control tool to help the managers understand the cost variance. It's a difference between actual and standard cost. അതായത് മുൻകൂട്ടി ഇത്രത്തോളം ഒരു കോസ്റ്റ് ഫിക്സ് ചെയ്യുകയും അതിനോടൊപ്പം ആക്ച്വൽ ആയിട്ടുണ്ടാകുന്ന കോസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ വേരിയൻസ് ഉണ്ടാകുന്നത്. അപ്പം വേരിയൻസ് എന്ന് പറയുന്നത് ഒരു ഡീവിയേഷൻ ആണ്. അതായത് എത്രത്തോളം മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു, ആക്ച്വൽ ആയിട്ട് ഉണ്ടാകുന്ന കോസ്റ്റുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. ആക്ച്വൽ കോസ്റ്റ് ആർ കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സം ഡീവിയേഷൻസ് ആർ occur, these called variance എന്ന്. These deviations actual from standard is known as variance, and variance analysis involve measurement of deviation of actual performance from the intended performance. അതായത് ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ആ ഒരു ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയൻസ് ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ടുള്ള വേരിയൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ വേരിയൻസ് ഉണ്ട്, ലേബർ വേരിയൻസ് ഉണ്ട്, ഓവർഹെഡ് വേരിയൻസ് ഉണ്ട്.
അതിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഫോർ മെറ്റീരിയൽസ് യൂസ്ഡ്. ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് മേടിച്ചു അതിന് ചിലവായിട്ടുള്ള ആക്ച്വൽ പ്രൈസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് the portion of material cost variance which is due to difference between standard cost of material used for the output achieved and actual cost of material is used. ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റിയോടൊപ്പം സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിൽ ലെസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഉണ്ട്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത് എത്രത്തോളം പോർഷൻ ഓഫ് മെറ്റീരിയൽ യൂസ് ചെയ്തു അതിൻ്റെ കോസ്റ്റാണ്, അതിൻ്റെ വേരിയൻസുമാണ് ഇവിടെ എടുക്കുന്നത്. It's a difference between standard quantity of material specified for the actual output and actual quantity of material used. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സോ അടുത്തതായിട്ട് മെറ്റീരിയൽ മിക്സ് വേരിയൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോർഷൻ ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് between standard and actual composition of mixture. It calculates the difference between standard price of the standard mixer and standard price of the actual mixer. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മിക്സിനോടൊപ്പം സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദി ആക്ച്വൽ മിക്സ് കമ്പയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി and standard price into devised standard quantity minus actual quantity ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി അടുത്തത് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത് it's that the portion of the material usage variance which is due to the difference between standard yield specified and actual yield obtained. It's a variance measure abnormal loss or saving materials. അടുത്തായിട്ട് വരുന്നത് ലേബർ വേരിയൻസ് ആണ്. ലേബർ വേരിയൻസും ആക്ച്വൽ വേജ് കോസ്റ്റും അതേപോലെ തന്നെ ലേബർ വേരിയൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ലേബറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറിനോടൊപ്പം ആക്ച്വൽ ലേബർ കോസ്റ്റ് മൈനസ് ചെയ്തുകൊണ്ടാണ്. ഇനി ലേബർ റേറ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വൽ ടൈമിനോടൊപ്പം സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും തമ്മിൽ മൈനസ് ചെയ്ത എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തായിട്ട് ലേബർ എഫിഷ്യൻസി വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് the cost of variance which arise due to the difference between standard labor hours specified for the activity achieved and actual labor hour expected. അതായത് ഒരു ആക്ടിവിറ്റിയിൽ എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് അവറും അതേപോലെ തന്നെ ആക്ച്വൽ അവറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ടൈം. അപ്പോൾ അടുത്തായിട്ട് ഓവർ ഹെഡ് വേരിയൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓവർ ഹെഡ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് പെർ റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനോടൊപ്പം ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുമ്പോഴാണ് വേരിയബിൾ ഓവർ കോസ്റ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അടുത്തത് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡിനോടൊപ്പം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വെൻ ദ ഓവർഹെഡ് റേറ്റ് പെർ അവർ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതായത് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് അവർ എന്നുള്ളതാണ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ABC ഓൾവേസ് ബെറ്റർ കൺട്രോൾ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കുമായി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടേമാണ് ഇൻവെന്ററി മാനേജ്മെന്റ് അല്ല ഇവിടെ വരുന്നത്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് കൂപ്പർ ആൻഡ് കപ്ലൻ ആണ് 1988. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓരോ വർക്കാണ്, അതായത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ഒരു ആക്ഷനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മൂവ്മെന്റ്സ് ഓർ വർക്ക് സീക്വൻസ് എന്ന് പറയാം. ഇൻ അനദർ വേർഡ്സ് ആക്ടിവിറ്റി റെപ്രസെന്റ്
any discrete task an organization undertake to make product or deliver service. അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് പൂൾസും അതുപോലെ തന്നെ കോസ്റ്റ് ബക്കറ്റ്സ് അഥവാ കോസ്റ്റ് ഡ്രൈവേഴ്സ് തുടങ്ങിയിട്ടുള്ള പല എലമെന്റ്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റിയെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: യൂണിറ്റ് ലെവല്, ബാച്ച് ലെവല്, പ്രൊഡക്റ്റ് ആൻഡ് ഫെസിലിറ്റി ലെവല്. ഇപ്പോൾ യൂണിറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. ബാച്ച് ലെവൽ പെർഫോം ചെയ്യുന്നത് ഓരോ ബാച്ച് പ്രൊഡക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, ഓരോ യൂണിറ്റ് അല്ല, ഓരോ ബാച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ബാച്ച് ലെവൽ ആക്ടിവിറ്റി കണക്കാക്കപ്പെടുന്നത്. ഇനി പ്രൊഡക്റ്റ് സസ്റ്റൈനിങ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദീസ് ആക്ടിവിറ്റീസ് ആർ required to support entire product line but are not performed every time new unit or new product is produced. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈന്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം തന്നെ പ്രൊഡക്റ്റ് സസ്റ്റൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇനി ജനറൽ ഓപ്പറേഷൻ ലെവൽ അഥവാ ഫെസിലിറ്റി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ് ടു എൻഡേ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനകത്ത് മൊത്തം ഉൾപ്പെടുന്ന ആക്ടിവിറ്റീസ് ആണ് ഇതിൽ വരുന്നത്. പ്ലാന്റ് മാനേജ്മെന്റ്, സാലറീസ്, ഡിപ്രീസിയേഷൻ, റെന്റ്, ഇൻഷുറൻസ്, ഇതെല്ലാം തന്നെ ജനറൽ ഓപ്പറേഷൻ അഥവാ ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസിനകത്ത് ഉൾപ്പെടുന്നവയാണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് 2 ടേമുകളാണ് കോസ്റ്റ് പൂൾ ആൻഡ് കോസ്റ്റ് റിവർ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as mentioned describe activity, costs are grouped into the pool according to the activities which causes of them. For instance, all those costs associated with the procurement of materials such as ordering, receiving, inspection cost would be include the cost pool and procurement activities. അപ്പം ഓരോ ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ആ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന ചില കോസ്റ്റ് പൂൾസ് ആയിട്ട് അവയെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ആൻ ആക്ടിവിറ്റി ബേസ്ഡ് സിസ്റ്റം the basis apply for linking cost pool to the product, service, job or process are called cost drivers. Its factor costs changing the activity identified each activity. ഇപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ നോക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇപ്പോൾ ഇവിടെ മെഷീൻ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഏത് കോസ്റ്റ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ. അതുപോലെ തന്നെ മെറ്റീരിയൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഓർഡർ വന്നു, എത്രത്തോളം അതിൽ റിസീവ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ്. അതേപോലെ തന്നെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ എത്രത്തോളം സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്പർ ഓഫ് സർവീസ് അല്ലെങ്കിൽ വിസിറ്റ്സ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് ഡ്രൈവർ തീരുമാനിക്കപ്പെടുന്നത്. ഇനി ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ടൈം, അതുപോലെ തന്നെ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെയിറ്റ് ഓഫ് ഐറ്റം ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത് റിസർച്ച് പ്രോജക്റ്റും അതേപോലെ തന്നെ പേഴ്സണൽ ഹവേഴ്സ് ഓൺ പ്രോജക്റ്റുമാണ്. അപ്പോൾ കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത് ഓരോ ആക്ടിവിറ്റിയും അസോസിയേറ്റ് ചെയ്യുന്ന കോസ്റ്റുകളാണ്. അതിൽ ഉൾപ്പെടുന്ന കോസ്റ്റ് ഡ്രൈവേഴ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒരു യൂണിറ്റ് 5 അഡ്വാൻസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് എഫക്റ്റീവ് ആണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക.